70 വയസ്സ് കഴിഞ്ഞവർ മത്സരിക്കരുത് എന്ന് മുൻ മന്ത്രിയും KPCC എക്സിക്യൂട്ടീവ് അംഗവുമായ VC കബീർ. പ്രായമായവർക്ക് പ്രവർത്തിക്കാൻ കോൺഗ്രസിൽ നിരവധി അവസരങ്ങളുണ്ട്. പ്രായമായവർ ചെറുപ്പക്കാർക്ക് വഴിമാറണമെന്നും VC കബീർ മീഡിയ വണിനോട് പറഞ്ഞു. മുൻ മന്ത്രിയും KPCC എക്സിക്യൂട്ടീവ് അംഗവുമായ VC കബീർ മാഷാണ് എന്നോടൊപ്പം ഉള്ളത്. മാഷ് ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. UDF അവർ അധികാരത്തിൽ തിരിച്ചെത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇടതുപക്ഷമാണെങ്കിൽ മൂന്നാം ഭരണം ലക്ഷ്യമിടുന്നു. മാഷിന്റെ ഒരു പ്രതീക്ഷ എങ്ങനെയാണ്? വളരെ വ്യക്തമായി കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ 2 പ്രാവശ്യം LDF ഭരണം വന്നതിൻ്റെ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടൊരു മാറ്റം വേണമെന്ന് നല്ലൊരു ശതമാനം ജനങ്ങളുടെ മനസ്സിൽ ആശയങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. കേരളം മുഴുവൻ സഞ്ചരിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിലും അനുഭവങ്ങളിലും UDF ഭരണം വരും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും കേരളത്തിൽ തെളിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ മുല്ലപ്പള്ളി രാമചന്ദ്രനെ പോലുള്ള നേതാക്കളൊക്കെ ഇനിയും മത്സരിക്കാൻ ഒക്കെ തയ്യാറെടുക്കുന്നുണ്ട്. ഇപ്പോൾ K സുധാകരനെ പോലുള്ള സീനിയർ നേതാക്കൾ MP ആണ്. അദ്ദേഹം ഒരു പക്ഷേ ഈ നിയമസഭയിൽ മത്സരിക്കും എന്നൊക്കെ കേൾക്കുന്നുണ്ട്. മാഷിന് അങ്ങനെ മത്സരിക്കാൻ എന്തെങ്കിലും ആലോചനയുണ്ടോ? ഞാൻ കോൺഗ്രസ് കാരനായി 7 പ്രാവശ്യം ഒറ്റപ്പാലത്ത് മത്സരിച്ചു. 5 പ്രാവശ്യം MLA, 21 കൊല്ലം MLA സ്ഥാനം പൂർത്തിയാക്കി. അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഓരോ 70 കഴിഞ്ഞ ആളുകളൊക്കെ മാറി നിൽക്കുകയും അത്യാവശ്യം 1, 2, 3, 4 ആളുകൾ സംസ്ഥാന തലത്തിൽ ആവശ്യമാണ്. ബാക്കിയെല്ലാം അതിന് താഴെയുള്ള ആളുകളായി പുതിയ ആളുകൾക്ക് അവസരം കൊടുക്കണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് യാതൊരു മടിയും കൂടാതെ ഞാൻ പറയുന്നു, സീനിയറായ ആളുകൾ അത്യാവശ്യം ആളുകൾ നേതൃസ്ഥാനത്ത് ആവശ്യമുണ്ട്. ഭരണകാര്യങ്ങളിലൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായും നേതാക്കന്മാർ കുറച്ച് പ്രായമുള്ളവരായിരിക്കണം. ബാക്കിയുള്ളത് ഒരു മിഡിൽ ക്ലാസ് അടുത്ത പുതിയ തലമുറയിലെ ആളുകളെ പരിശീലിപ്പിക്കാൻ ഇത് പ്രയോജനപ്പെടുമെന്നുള്ള അഭിപ്രായമാണ് എനിക്ക് വ്യക്തമായിട്ടുള്ളത്. അതുകൊണ്ട് ആളുകളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പോൾ സ്ഥാനമുള്ളവരും പല സ്ഥാനങ്ങൾ ദീർഘകാലം അനുഭവിച്ചവരും പുതിയ തലമുറയ്ക്ക് വഴങ്ങിക്കൊടുക്കണം എന്നാണ് എനിക്ക് അഭിപ്രായം. ഈ മാഷിനെ പോലെ ഈ സീനിയർ നേതാക്കൾ പറയുന്നത് കുറവാണ്. ഈ യുവാക്കൾ അവർക്ക് അവസരം വേണം എന്ന് ഈ നിരന്തരം ആവശ്യപ്പെടുന്നു. അപ്പോഴും ഈ സീനിയർ നേതാക്കൾ ഉള്ളത് കൊണ്ട് പലർക്കും ഈ മത്സരിക്കാനുള്ള ഒരു അവസരമൊക്കെ യുവാക്കൾക്ക് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെയാണ് ഉള്ളത്. ഈ പ്രാവശ്യം കുറച്ച് ചെറുപ്പക്കാരൊക്കെ കടന്നു വരും എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പിന്നെ വല്ലാണ്ട് ആർത്തി കാണിക്കരുത്. ചെറുപ്പക്കാരും ഒരു പരിധി വിട്ട് വാട്സാപ്പിലൊക്കെ എടുക്കുക, ഞാൻ സ്ഥാനാർത്ഥിയാണ് അല്ലെങ്കിൽ എൻ്റെ സ്ഥാനാർത്ഥിയാകാൻ തീരുമാനിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള എല്ലാ പാർട്ടിയിലും ഉണ്ട്. അങ്ങനെ ഒരു ആർത്തി കാണിക്കാൻ വേണ്ട. അത് നമുക്ക് വന്നു ചേരും. അർഹതപ്പെട്ടത് ജനങ്ങളുടെ ഇടയിൽ പാർട്ടിയിൽ സ്വാധീനമുണ്ടെങ്കിൽ അവർക്കൊരു മാർക്കുണ്ട്, അവർക്ക് അവസരം കിട്ടും എന്നുള്ള അഭിപ്രായം തന്നെയാണ് എൻ്റെ. എന്തായാലും യുവാക്കൾ ഈ ജനപ്രതിനിധികളായി വരട്ടെ, വലിയ സീനിയർ നേതാക്കൾ ഈ മാറി നിൽക്കട്ടെ എന്നൊരു അഭിപ്രായം കൂടിയാണ് പങ്കുവെക്കുന്നത്. ഒരുപക്ഷെ അത് സീനിയർ നേതാക്കളിൽ നിന്ന് അധികം ഉയരാത്തൊരു അഭിപ്രായം കൂടിയാണ് കബീർ മാഷ് മുന്നോട്ട് വയ്ക്കുന്നത്. ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1, പാലക്കാട്.